നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ബംഗാളിലെ സേനവംശ രാജാക്കന്മാരിൽ ഒന്നാമനായിരുന്നു ആദിശൂരൻ. വീരസേനൻ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. സേനവംശ രാജാക്കന്മാരിൽ ഒന്നാമനായിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ആദിശൂരൻ എന്ന പേർ ലഭിച്ചു. പുത്രയജ്ഞകാമത്തിനു വേണ്ടി ഇദ്ദേഹം കനൗജിൽ നിന്ന് 5 ബ്രാഹ്മണരെ വരുത്തി. ബുദ്ധധർമ്മത്തിന്റെ പ്രാബല്യം നിമിത്തം വേദജ്ഞരായ ബ്രാഹ്മണർ ബംഗാളിൽ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. ഖഡ്ഗം കപാലം ത്രിശിഖം ത്രിനേത്രം വജ്രം ദധാനാം ധൃതഭീമദംഷ്ട്രാം അനേകശത്രോർഹൃദയം ഖനന്തീം കൃഷ്ണേന കാളീം സതതം ഭജാമി. शरणागत प्रतिपालनहारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी चन्द्रबिम्बासम वदन विराजे शशिमुकुडमाला गलधारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी वीणावामा अङ्गमे शोभे समागीतध्वनि मधुरपियारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी श्वेतवसन कमलासन सुन्दर संगसखी शुभ हंस सवारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी ब्रह्मानंद में दास तुम्हारो दे दर्शन पर ब्रह्म दुलारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी जय जगदीश्वरी माता सरस्वती शरणागत प्रतिपालनहारी. ദക്ഷന്റെ പത്നിയാണ് അസിഗ്നി. വീരണ പ്രജാപതിയുടെ പുത്രിയായ ഇവളിൽ ദക്ഷന് 5000 ഹര്യശന്മാരും 1000 ശബലശന്മാരും 60 കന്യകമാരും ഉണ്ടായി. ഇതിൽ ഹര്യശന്മാരും ശബലശന്മാരും നാരദരുടെ വാക്കുകൾ കേട്ട് ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കുവാനായി പുറപ്പെട്ടു പോയി. പിന്നീട് തിരികെ വന്നിട്ടില്ല. തിസ്രോ മാത്രാ മൃത്യുമത്യ പ്രയുക്ത അന്യോന്യസക്ത അനവിപ്രയുക്ത ക്രിയാസു ബാഹ്യാഭ്യന്തരമധ്യമാസു സമ്യക് പ്രയുക്താസു ന കമ്പതേജ്ഞ. ഇതാണ് ആദ്യ മന്ത്രം. ഒരു മന്ത്രം പറയാണ്. 3 മാത്രയും ഉപാസിക്കുന്നവന് ലഭിക്കുന്ന ഭൗതികമായ അഭ്യുന്നതിയെയാണ് ഈ ഒരു മന്ത്രത്തിൽ കാണിച്ചു തരുന്നത്. ഭൗതികവും ആധ്യാത്മികവുമായ എല്ലാ വളർച്ചയും ഉപാസനയിലൂടെ നേടാൻ കഴിയും. പ്രത്യേകിച്ച് ഓങ്കാരോപാസനയിലൂടെ നേടാൻ സാധിക്കുമെന്നാണ് ഉപനിഷത്ത് പറഞ്ഞു വരുന്നത്. തിസ്രഹ മാത്ര, 3 മാത്രകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? അകാരം, ഉകാരം, മകാരം. മൃത്യുമത്യ,
മൃത്യുമതികളും മൃത്യുഗോചരങ്ങളും പ്രയുക്തങ്ങളും ആത്മധ്യാന വിഷയത്തിൽ പ്രയോഗിക്കപ്പെടുന്നവയും അന്യോന്യസക്താഹ തമ്മിൽ ചേർന്നിരിക്കുന്നവയും അനവിപ്രയുക്തങ്ങളും ഓരോരോ വിഷയത്തിൽ മാത്രം അല്ലെന്നില്ലാത്തവയും ആകുന്നു. ഓരോരോ വിഷയങ്ങളിൽ മാത്രം വിശേഷിച്ച് പ്രയോഗിക്കപ്പെടുന്നവയല്ലെന്നില്ല, അങ്ങനെയുള്ളതാണ്. ചില മന്ത്രങ്ങളുടെ ചില മാത്രങ്ങളൊക്കെ ഓരോരോ വിഷയങ്ങളിൽ മാത്രമേ പ്രയോഗിക്കുള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാ വിഷയങ്ങളിലും പ്രയോഗിക്കുന്നവയാണ്. ബാഹ്യാഭ്യന്തര മധ്യമാസു ബാഹ്യവും ആഭ്യന്തരവും മധ്യമവുമായ ക്രിയകളിൽ 3 വിധത്തിലുള്ള യോഗക്രിയകളിൽ ബാഹ്യവും ആഭ്യന്തരവുമായ എല്ലാ യോഗക്രിയകളിലും സമ്യക് പ്രയുക്താസു അവ വേണ്ടതുപോലെ പ്രയോഗിക്കപ്പെടുമ്പോൾ, ഈ 3 മാത്രകളും വേണ്ട പോലെ പ്രയോഗിക്കപ്പെട്ടാൽ വിദ്വാൻ ഓങ്കാരത്തിൻ്റെ ഈ പറഞ്ഞ വിഭാഗത്തെ അറിയുന്ന യോഗി ന കമ്പത്തെ ഒരിക്കലും ഇളകുന്നില്ല. എല്ലാ തരത്തിലുള്ള ക്ഷേമങ്ങളും ഉണ്ടാവുന്നു, ഭൗതികമായ അഭ്യുന്നതികളൊക്കെ ലഭിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിലൂടെ കാണിക്കുന്നത്. അതായത് തിസ്രഹ, അവിടെ ഭാഷ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഭാഷ്യം കുറച്ച് ഒരു പാരഗ്രാഫ് ഉണ്ട് കഷ്ടിച്ച്, ഒന്ന് നോക്കാം. തിസ്രഹ ത്രിസംഖ്യക അകാരോകാര മകാരാദ്യാഹ ഓങ്കാരസ്യ മാത്രാഹ. അകാര ഉകാര മകാരങ്ങളാണ് ഇവിടെ 3 മാത്രകൾ. മൃത്യുമത്യ മൃത്യുര്യാസാം വിദ്യത്തെ താ മൃത്യുമത്യ മൃത്യുഗോചരാത് അനതിക്രാന്ത മൃത്യുഗോചര ഏവേത്യർത്ഥ. ഇവ ബ്രഹ്മദൃഷ്ടിയോട് കൂടാതെയും അവയെ ഉപാസിക്കുന്നവൻ, അതായത് ബ്രഹ്മദൃഷ്ടിയോട് കൂടാതെ ഇവയെ ഉപാസിച്ചാൽ മരണത്തെ കടക്കുന്നില്ല. ഈ ഓങ്കാരത്തെ ബ്രഹ്മദൃഷ്ടിയോടെ ഉപാസിച്ചില്ലെങ്കിൽ അത് മൃത്യുമതികളാണ്, മരണത്തെ അതിക്രമിക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. താ ആത്മനോ ധ്യാനക്രിയാസു പ്രയുക്താഹ, ഇത് ധ്യാനക്രിയകളിലൊക്കെ പ്രയോഗിക്കാം. അനവിപ്രയുക്താഹ വിശേഷണൈക വിഷയേ ഏവ പ്രയുക്ത വിപ്രയുക്ത, ഒരു കാര്യത്തിൽ മാത്രമേ പ്രയോഗിക്കാൻ കഴിയെങ്കിൽ അതെന്താണ് വിപ്രയുക്താഹ. എന്നാൽ അനവിപ്രയുക്ത എന്ന് പറഞ്ഞാലോ എല്ലാ വിഷയങ്ങളിലും പ്രയോഗിക്കാവുന്നതാണ്. തഥാ വിപ്രയുക്ത അവിപ്രയുക്ത കിം തർഹി വിശേഷണൈകസ്മിൻ ധ്യാനകാലേ തിസൃഷു ക്രിയാസു ബാഹ്യാഭ്യന്തര മധ്യമാസു ജാഗ്രത് സ്വപ്ന സുഷുപ്തി സ്ഥാന പുരുഷ അഭിധ്യാന ലക്ഷണാസു. ഈ ഓരോരോ ധ്യാനത്തിൽ വിശ്വൻ, തേജസൻ, പ്രാജ്ഞൻ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി 3 അവസ്ഥകളിലുള്ള അഭിമാനിയായി നിൽക്കുന്ന, ജാഗ്രത അവസ്ഥയെ അഭിമാനിച്ചിരിക്കുന്ന ഭാവമാണ് വിശ്വൻ. സ്വപ്നാവസ്ഥയെ അഭിമാനിക്കുന്ന ഞാൻ എന്ന ഭാവമാണ് തൈജസൻ. സുഷുപ്തി അവസ്ഥയെ അഭിമാനിച്ചും കൊണ്ടിരിക്കുന്ന ഞാൻ എന്ന ബോധമാണ് വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. ഈ 3 അവസ്ഥകളിലും യോഗിക്രിയാസു യുക്താസു സമ്യക് പ്രയുക്താസു ഈ 3 ഭാവത്തെയും, വിശ്വഭാവത്തെയും തേജസഭാവത്തെയും പ്രാജ്ഞ എന്നുള്ള ഭാവത്തെയും 3 ഭാവത്തെ എന്തു ചെയ്യാം, നമുക്ക് ഓങ്കാരത്തിലൂടെ ഉപാസിക്കാം. സമ്യക് ധ്യാനകാലയ പ്രയോജിതാസു വേണ്ട പോലെ പ്രയോഗിക്കുന്ന ഒരു യോഗിക്ക് ന കമ്പതേ ന ചലതി, അതൊരിക്കലും ചലനം സംഭവിക്കുന്നില്ല. ഓങ്കാരസ്യേത്യർത്ഥ. തസ്യേവം വിശദശ്ചലനം ഉപപദ്യത്തെ യസ്മാത് ജാഗ്രത് സ്വപ്ന സുഷുപ്തി പുരുഷാഃ സഹസ്ഥാനൈഃ മാത്രത്രയരൂപേണ ഓങ്കാരാത്മരൂപേണ ദൃഷ്ട സഹ്യേവം വിദ്വാൻ സർവാത്മഭൂത ഓങ്കാരമയ കുതോ വാ ചരേൽ കസ്മിൻ വാ. അകാര ഉകാര മകാരങ്ങളെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളുടെ സാക്ഷീഭാവത്തിലിരിക്കുന്ന ആത്മാവിൻ്റെ 3 ഭാവങ്ങളെ, വിശ്വൻ, തേജസൻ, പ്രാജ്ഞൻ എന്ന 3 ഭാവങ്ങളെ മാത്രം കണ്ട് ഉപാസിച്ചാൽ അവനെങ്ങനെയാണ് ചലനം ഉണ്ടാവുക? ഒരിക്കലും അവന് ചലനം ഉണ്ടാവില്ല. എങ്ങനെ ചലനം ഉണ്ടാവാനാണ്? അവൻ്റെ ഒരു തരത്തിലുള്ള നാശം അവനുണ്ടാവുന്നില്ല എന്നർത്ഥം. ഭൗതികമായ എല്ലാ തരത്തിലുള്ള പ്രയോജനവും അവനുണ്ടാവുന്നു. ചിത്തവിക്ഷേപം, മനസ്സ് മറ്റൊന്നിൽ പ്രവേശിക്കില്ല എന്നർത്ഥം. മനസ്സ് വേറൊന്നിലേക്ക് ഇളകില്ല. മനസ്സിളകിയാലേ മനസ്സിൽ ഏകാഗ്രത പോകുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള ശക്തിയും ചോർന്നു പോകുന്നത്. ഭൗതികമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുക എപ്പോഴാണ്? മനസ്സിലുള്ള ഏകാഗ്രത ഉണ്ടാവാതിരിക്കുമ്പോഴാണ്. ഏകാഗ്രമായ മനസ്സുള്ളവന് ഭൗതികമായ ലാഭം ഉണ്ടാവും. അതുപോലെ ആ ഏകാഗ്രതയിലൂടെ
തൻ്റെ സ്വസ്വരൂപത്തെ അറിയാനും സാധിക്കും. 2 ഗുണങ്ങൾ ധ്യാനത്തിലൂടെയൊക്കെ നേടാൻ കഴിയും. യോഗൈർഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവ. താരകാസുരവധത്തിനായി സുബ്രഹ്മണ്യൻ ദേവസേനയുടെ അധിപനായി തീർന്നു. സുബ്രഹ്മണ്യനെ സഹായിക്കുന്നതിനു വേണ്ടി ഏർപ്പെടുത്തിയിരുന്ന മാതാക്കളിൽ ഒരുവളായിരുന്നു അചല. യോഗൈർഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവ. നൈർവൈരാദിഭിരാത്മാനം യച്ഛീലമനുവർത്തിതും. യോഗൈർഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവ. നൈർവൈരാദിഭിരാത്മാനം യച്ഛീലമനുവർത്തിതും. യോഗൈഹി ഹേമേവ ദുർവർണം സാധയിഷ്യന്തി സാധവ. പ്രഹ്ലാദനെ പറ്റിയാണ് വീണ്ടും പറയണത്. യോഗൈഹി ഹേമ ഇവ. യോഗൈഹി പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പലതരത്തിലുള്ള യോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ കറ പിടിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ കറ കളയുന്നത്. ദുർവർണം ഹേമ എന്ന ശ്ലോകത്തിൽ നോക്കിയാൽ കാണാം. യോഗൈഹി ഹേമേവ ദുർവർണം. ദുർവർണം എന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം. സ്വർണത്തിൻ്റെ സ്വയം നല്ല നിറം ഉണ്ടാവും. പക്ഷേ കുറേ കാലം സ്വർണ്ണം നമ്മൾ ഒരാഭരണം അങ്ങനെ ഉപയോഗിച്ച് ശ്രദ്ധിക്കാതിരുന്നാൽ ആ സ്വർണ്ണാഭരണത്തിൻ്റെ മുകളിൽ നിറയെ കറ പിടിക്കും, ചളി പിടിക്കും. അപ്പോൾ എന്തായി? ദുർവർണ്ണമായിട്ട് മാറി. അതിൻ്റെ നിറമൊക്കെ പോയി. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? അപ്പോൾ ഒരു നല്ല സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് ഈ കറ പിടിച്ചിരിക്കുന്ന സ്വർണം കൊണ്ടുപോയി കൊടുത്താൽ അദ്ദേഹം എന്താ ചെയ്യുക? അതിനെ തീയിലിട്ട് കാച്ചും, അതിനെ അടിയിടിക്കും, പലതും ചെയ്യും. അതിനാണ് ഈ യോഗം എന്ന് പറയാം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പ്രോസസ്സ് എന്നർത്ഥം. അനേകം പ്രോസസ്സുകൾ ചെയ്ത് ഈ സ്വർണ്ണപ്പണിക്കാരൻ എന്താ ചെയ്യുക? ആ സ്വർണത്തിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്ന എല്ലാ തരത്തിലുള്ള കറകളെയും മാലിന്യങ്ങളെയും കളഞ്ഞ് നല്ല തിളക്കമുള്ള സ്വർണ്ണമാക്കി മാറ്റിത്തരും. ഇതിനാണ്, ഈ പ്രോസസ്സുകൾക്കാണ് ഇവിടെ സംസ്കൃതത്തിൽ യോഗ എന്ന് പറയുന്ന ഒരു ശബ്ദം ഉപയോഗിച്ചത്. അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോൾ യോഗൈഹി എന്ന് പറഞ്ഞാൽ അനേകം പ്രോസസ്സുകളെ കൊണ്ട്, അനേകം പ്രവർത്തനങ്ങളെ കൊണ്ട് എന്നർത്ഥം. അതൊരു സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് കറ പിടിച്ച ഒരു സ്വർണം നമ്മൾ നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത് അദ്ദേഹം ചെയ്യുന്നതൊക്കെ നേരിട്ട് നോക്കിയിരുന്നാൽ അത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. ആദ്യത്തിൽ ചളി ഉണ്ടാവും, പിന്നീട് ആ ചളി മുഴുവൻ കളഞ്ഞ് അത് നന്നായിട്ട് ഇങ്ങനെ പത്തരമാറ്റ് പോലെ ശോഭിക്കുന്ന അർത്ഥം. അപ്പോൾ ആ സ്വർണത്തിൻ്റെ കാര്യം മനസ്സിലായി. എന്തിനാ ഈ സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞതെന്നാണെങ്കിൽ ഇതേപോലെയാണ് ഈ പ്രഹ്ലാദൻ്റെ കഥാനർത്ഥം. പ്രഹ്ലാദനാകുന്ന ഒരാളുടെ ശീലം അനുകരിക്കാൻ വേണ്ടി, അതാണ് സാധയിഷ്യന്തി സാധവ എന്ന് പറയുന്നത്. ഈ പ്രഹ്ലാദനെ പോലെ ആയിത്തീരാൻ വേണ്ടി അവരൊക്കെ എന്ത് ചെയ്യും? എത്രയോ സാധവ പറഞ്ഞ സജ്ജനങ്ങൾ, എത്രയോ സജ്ജനങ്ങൾ അവരുടെ മനസ്സുകൊണ്ട് അവരിങ്ങനെ ഭാവന ചെയ്യുകയാണ്. എന്താ ഭാവന ചെയ്യുന്നത്? എനിക്ക് പ്രഹ്ലാദനെ പോലെ ആയിത്തീരണം. ഇപ്പം എൻ്റെ ഉള്ളിൽ പല ചളിയുണ്ട്, സ്വർണ്ണത്തെ പോലെ തന്നെ. എനിക്ക് ഈ ചളി മുഴുവൻ കളഞ്ഞ് എനിക്ക് ആരെപ്പോലെ ശുദ്ധാത്മാവായി തീരണം, പ്രഹ്ലാദനെ പോലെ ശുദ്ധാത്മാവായി തീരണമെന്ന് സജ്ജനങ്ങൾ എല്ലായ്പ്പോഴും ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ യോഗൈഹി ഹേമേവ ദുർവർണം ഭാവയിഷ്യന്തി സാധവ. പിന്നെ പറയുന്നു നിർവൈരാധിപിരാത്മാനം. നിർവൈരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രഹ്ലാദന് ഒരാളോടും വൈരമില്ല എന്ന് ഭാഗവതത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്. പ്രഹ്ലാദന് ശത്രുക്കളില്ല എന്നർത്ഥം.
തന്നെ എത്രയോ തവണ ഉപദ്രവിക്കാൻ വന്ന, തന്നെ എത്രയോ തവണ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അച്ഛനോട് പോലും പ്രഹ്ലാദന് എന്തൊരു ഭക്തിയും ബഹുമാനമായിരുന്നു അല്ലേ. അച്ഛനെ കാണുമ്പോഴൊക്കെ പ്രഹ്ലാദൻ പിത്രേ നമ പിത്രേ നമ പിത്രേ നമ, അച്ഛന് നമസ്കാരം എന്ന് പറഞ്ഞ് അച്ഛനെ നമസ്കരിക്കുക ചെയ്യുക. ഒരിക്കൽ പോലും അച്ഛനെ പറ്റി മോശമായ ഒരു വാക്ക് പോലും ആര് പറഞ്ഞിട്ടില്ല? പ്രഹ്ലാദൻ പറഞ്ഞിട്ടില്ല. പ്രഹ്ലാദന് ദേവന്മാരെയൊക്കെ വലിയ ഇഷ്ടമാണ്. ദേവന്മാർ ശരിക്കും പറഞ്ഞാൽ അസുരന്മാരുടെ ശത്രുക്കളാണ്. പക്ഷേ ശത്രുക്കളായിരിക്കുന്ന ദേവന്മാരെ പറ്റി ഒരിക്കൽ പോലും പ്രഹ്ലാദൻ മോശമായിട്ട് ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ല, മോശമായിട്ടൊന്നും ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ഇങ്ങനെ ശീലം എന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ശീലഗുണമുള്ള ഒരാളെ കാണാൻ പ്രയാസം. അത് ജനിച്ചത് എവിടെയാണ്? അസുരകുലത്തിലാണ്. ഇങ്ങനെ നിർവൈരം എന്ന് പറയുന്നത് പ്രഹ്ലാദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ഒരാളോടും പ്രഹ്ലാദന് ശത്രുതയില്ലായിരുന്നു, ഒരാളോടും വൈരഭാവമില്ലായിരുന്നു. അപ്പം നിർവൈരാദിഭി എന്ന് പറഞ്ഞതുകൊണ്ട് ഈ നിർവൈരം എന്ന് പറയുന്നത് പ്രഹ്ലാദൻ്റെ ഒരു ഗുണമാണ്. ഇങ്ങനെ ആയിരക്കണക്കിന് നല്ല 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 ഗുണങ്ങൾ, നല്ല നല്ല ശീലങ്ങൾ, സ്വഭാവങ്ങൾ ആർക്കുണ്ടായിരുന്നു? പ്രഹ്ലാദനുണ്ടായിരുന്നു. നിർവൈരാധിപിരാത്മാനം എന്നിട്ട് പറയുന്നു. ഈ മഹാത്മാക്കൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ മഹാത്മാക്കൾ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ആത്മപരിശോധന നടത്തും. ഇപ്പോൾ സാധാരണക്കാരൊക്കെ ഒരു ആത്മപരിശോധന ദിവസേന നടത്തണം എന്ന് പറയും. നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോഴാണ് നമ്മളുടെ ഉള്ളിൽ കുറേ തകരാറുകളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ മോശമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് തന്നെ മനസ്സിലാവും. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെ അങ്കുരിക്കും. എന്തായിരിക്കും ആഗ്രഹം? ഈശ്വര, എൻ്റെ ഉള്ളിലുള്ള ഈ മോശമായ ഈ സ്വഭാവത്തെ ഞാൻ എങ്ങനെയാണ് ഒഴിവാക്കുക? സ്വഭാവത്തെ ഒഴിവാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ പറയാറില്ലേ മലയാളികൾ, എന്ത് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയും. കുട്ടിക്കാലത്ത് നമുക്ക് എന്തെങ്കിലും ഒരു സ്വഭാവം ഉണ്ടായാൽ നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു സ്വഭാവമായിട്ട് ഹാബിറ്റായിട്ട് മാറും. ഈ 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ആ ഹാബിറ്റ് ഉറയ്ക്കും. ഹാബിറ്റ് ഉറച്ചു കഴിഞ്ഞാൽ, സ്വഭാവം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഈ സ്വർണത്തിൻ്റെ ഉദാഹരണം പറഞ്ഞത്. എൻ്റെ കയ്യിലേക്ക് ചളിയുള്ള ഒരു സ്വർണ്ണമാല തന്നാൽ എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്ത് അതിൻ്റെ ചളി എങ്ങനെയാണ് കളയാൻ. നേരെ മറിച്ച് സ്വർണ്ണപ്പണിക്കാരൻ്റെ അടുത്ത് കൊടുത്താലോ, ആ സ്വർണ്ണപ്പണിക്കാരൻ ഒരുപാട് പ്രയത്നം ചെയ്തിട്ടാണ്, തീയിലിട്ട് കാച്ചുക മുതലായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ സ്വർണ്ണത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ കറ കളയുന്നത്. ഇതേപോലെ പ്രഹ്ലാദൻ്റെ അടുത്തങ്ങോട്ട് ചെന്നിരുന്നാൽ പ്രഹ്ലാദൻ്റെ സാമീപ്യം കൊണ്ട്, പ്രഹ്ലാദൻ്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ചളികളുണ്ടെങ്കിൽ, മാലിന്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്തായിത്തീരും? ആ മാലിന്യങ്ങളൊക്കെ പോകുന്നർത്ഥം. അതുകൊണ്ടാണ് മഹാത്മാക്കൾ പോലും എന്ത് വിചാരിക്കുന്നത്? മഹാത്മാക്കൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ മഹാത്മാക്കൾക്ക് പോലും അവരുടെ ഉള്ളിൽ എന്തോ ചില ചളി ഉണ്ടോ എന്ന് തോന്നിയിട്ട് ആ ചളി പോലും കളയാൻ പ്രഹ്ലാദനാകുന്ന അഗ്നിയെയാണ് സമീപിക്കുന്നതെന്ന് ഗംഭീരമായിരിക്കുന്ന അർത്ഥമാണ് ഈ ശ്ലോകത്തിന് വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത TV, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ sandhyadipam@amruthatv.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.